നമസ്കാരം. ഷിബ ടീച്ചറിന്റെ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. നമുക്ക് ഇതിനൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മുടെ 1.5 മണിക്കൂറുള്ള 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ 4 എണ്ണത്തിൽ ഉത്തരം എഴുതുക. ഒരു സ്കോർ വീതം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേമഴക്കാലത്ത് സ്വാദുവാം ഇത്തരി സോദരർക്കൊത്ത് ആസ്വദിക്ക നല്ലു. വംശം എന്ന കവിതയിലെ വരികളാണ്. നല്ല പേമഴക്കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പേമാരിയുള്ള കൊടും മഴയുള്ള സമയത്ത് സ്വാദുള്ള ഈ തരി, ഏതാണ്? തേങ്ങാത്തരി. അതിനെ കൂടെയുള്ള സഹോദരർക്കൊത്ത് ആസ്വദിക്കാനായിട്ടാണ് ഈ ഉറുമ്പ് എന്ത് ചെയ്യുന്നത്? ഇതിനെയും കൊണ്ട് പോകുന്നത്. ഉറുമ്പിന്റെ പ്രവൃത്തി നൽകുന്ന സന്ദേശം എന്തെന്നാണ് ചോദ്യം. മഴക്കാലത്താണ് ആഹാരത്തിന് രുചി കൂടുന്നത്. സാഹോദര്യമാണ് ഏറ്റവും വലിയ സമ്പാദ്യം. പരോപകാരത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അതിന്റെ ഉത്തരം ഏതാണ്? പരോപകാര അധിഷ്ഠിതമായ ജീവിതം നയിക്കണം എന്നാണ്. 2. ജീവിതത്തിന്റെ എല്ലാ ശബ്ദങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട അമ്മ. കഥാകഥയിലെ അമ്മ. ഈ വാക്യത്തിന്റെ ആശയത്തിന് ഏറ്റവും യോജിച്ച പ്രസ്താവന ഏത്? അമ്മ എല്ലാവരും ഉപേക്ഷിച്ചു. അമ്മയ്ക്ക് കേൾവി നഷ്ടമായി. അമ്മയുടെ സൗന്ദര്യം നശിച്ചു. അമ്മയ്ക്ക് ഓർമ്മകൾ നഷ്ടമായി. എല്ലാ ശബ്ദങ്ങളിൽ നിന്നും, ജീവിതത്തിന്റെ എല്ലാ ശബ്ദങ്ങളിൽ നിന്നും പുറത്താക്കിയ അമ്മ എന്ന് പറയുമ്പോൾ ഓർമ്മകൾ നഷ്ടപ്പെട്ട അമ്മയാണല്ലോ കഥാകഥയിലെ അമ്മ. ശരിയായ പദച്ചേർച്ച കണ്ടെത്തുക എന്നൊരു ചോദ്യമുണ്ട്. മറ്റു, ഏകം, മറ്റനേകം. ഓരോ, ഒറ്റ, ഒരൊറ്റ. അതും തെറ്റാണ്. അത്, അത്, അതത്. ഇറുത്ത് എടുത്തു, ഇറുത്ത് അടുത്തു, ഇറുത്തെടുത്തു. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ശരിയായിട്ട് വരുന്നത് എങ്ങനെയാണ്? മറ്റനേകം, മറ്റ് പ്ലസ് അനേകം. ഒരൊറ്റ, ഒരു പ്ലസ് ഒറ്റ. അതത്, അത് പ്ലസ് അത്. അത് മാത്രമാണ് ഇതിനകത്ത് ശരിയായത്. ഇറുത്തെടുത്തു, ഇറുത്തു പ്ലസ് എടുത്തു. 4ാമത്തെ ചോദ്യം. ആദായത്തിന് പുറമെ ഒരു മുറി പുരയിടം എഴുതി വിറ്റ് ഊണ് കഴിച്ച് തീർന്നു. ഈ പ്രസ്താവനയിൽ തെളിയുന്ന കിട്ടുമാവിന്റെ മനോഭാവം എന്താണ്? കിട്ടുന്ന ആദായത്തിന് പുറമെ ഒരു മുറി പുരയിടം എഴുതി വിറ്റ് തിന്നത് എന്താണ്? ആഹാരത്തോടുള്ള അയാൾ ആർത്തിയാണ് സൂചിപ്പിക്കുന്നത്. തെറ്റായ പദജോടി കണ്ടെത്തുക എന്നൊരു ചോദ്യം കൊടുത്തിരിക്കുന്നുണ്ട്. യന്ത്രം, യാന്ത്രികം. യന്ത്രത്തെ സംബന്ധിക്കുന്നത് യാന്ത്രികം. വ്യവസായം, വ്യവസായികം. അത് തെറ്റാണ്. വ്യാവസായികം എന്നാണ് ശരിക്കും പറയേണ്ടത്. പരിസ്ഥിതിയുടെ അടുത്ത് ചേർത്തിരിക്കുന്ന പാരിസ്ഥിതികം. അത് ശരിയാണ്. സംസ്കാരം, സാംസ്കാരികം. അതും ശരിയാണ്. 6 മുതൽ 8 വരെ ചോദ്യങ്ങൾ രണ്ടെണ്ണത്തിന് 2-3 വാക്യത്തിൽ ഉത്തരം എഴുതുക എന്നൊരു ചോദ്യമുണ്ട്. വിളകളുടെ പോഷക മൂല്യമല്ല ദൃശ്യചാരുതയാണ് ഏറെ പ്രധാനം. ഈ വാക്യം ഭക്ഷ്യ സംസ്കാരത്തെ കുറിച്ച് നൽകുന്ന സൂചനയുണ്ട്. അപ്പൊ നമ്മുടെ തന്നെ വീടിനടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൃഷി ചെയ്യുന്ന ആ കാർഷിക വസ്തുക്കൾ വാങ്ങി കഴിക്കുമ്പോൾ അതിന് പോഷക മൂല്യം ഉണ്ടാവും. എന്നാൽ ദൂരെ ഒരു രാജ്യത്ത് നിന്ന് വരുന്ന ഒരു മെക്സിക്കോയിൽ നിന്ന് വരുന്ന ഒരു ടൊമാറ്റോ, അല്ലെങ്കിൽ സിംലയിൽ നിന്ന് വരുന്ന ഒരു ആപ്പിൾ, ഇതൊക്കെ പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു. പക്ഷെ ദൃശ്യചാരുതയാണ്. നമ്മളിപ്പോ വാങ്ങുന്ന സാധനങ്ങളിൽ ഒരു കുത്തോ അല്ലെങ്കിൽ പുഴു കടിച്ചതിന്റെ ഒരു പാടമൊക്കെ കാണും. പക്ഷെ നല്ല കെമിക്കൽ ഇട്ട് തുടച്ച് മിനുസമാക്കിയ വസ്തുക്കളെയാണ് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ കണ്ണിനുള്ള ഭംഗി, കണ്ണിന് കാണുമ്പോഴുള്ള ഭംഗിയാണ്, കാണുമ്പോഴുള്ള ഭംഗിക്കാണ് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. അതാണ് എൻ്റെ ഉത്തരം. ജരാനര ബാധിച്ച പടുകിഴവൻ ബാധ പാടങ്ങളുടെ നടുവിലൂടെ അങ്ങനെ വളഞ്ഞു പോകുന്നു. ഇതിൽ ജരാനര എന്നുള്ള പദം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ജരയും നരയും, ചുളുവും നരയും എന്നാണ് അർത്ഥം. അപ്പൊ ഇങ്ങനെ ഒരു പാത ശാന്തിനികേതനത്തിലാണ് നമ്മൾ കാണുന്നത്. ആ പാത അങ്ങനെ വയലിന് നടുവിലൂടെ പോകുന്നു. അപ്പൊ ആ ഒരു വാക്കുകൊണ്ട് ആ പാത അല്ലെങ്കിൽ ആ വഴി എങ്ങനെ മാറുന്നു? വളരെ ദുർഘടം പിടിച്ചതാണെന്നും പഴകിയതാണെന്നും അസൗകര്യങ്ങളുള്ളതാണെന്നും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് ജരാനര ബാധിച്ച പാത എന്ന് പറയുന്നത്. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കുക. അസാധാരണമായ വലിപ്പമോ നിറമോ ഉള്ള ഭക്ഷ്യവസ്തുക്കളെ കൃഷിക്കാർ എണ്ണത്തിൽ പെടുത്താറില്ലെന്നൊക്കെയുള്ള വസ്തുതകൾ പശ്ചിമദേശങ്ങളിലെ ഉപഭോക്താക്കൾക്ക് തികച്ചും അജ്ഞാതമാണ്. അസാധാരണമായ വലിപ്പമോ നിറമോ ഉള്ള ഭക്ഷ്യവസ്തുക്കളെ കൃഷിക്കാർ എണ്ണത്തിൽ പെടുത്താറില്ല. അവിടെ ഒരു സെന്റൻസായി. ഈ വസ്തുതകൾ പശ്ചിമദേശങ്ങളിലെ ഉപഭോക്താക്കൾക്ക് തികച്ചും അജ്ഞാതമാണ്. അത് 2ാമത്തെ സെന്റൻസ്. ഇനി 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങൾ 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. അമ്മിണിക്കുട്ടി മരിച്ചുപോയി. എന്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റാതെ ഓർമ്മകൾ എവിടെയോ നടന്നു മറയവേ അമ്മ പറഞ്ഞു. ഈ കഥാന്തി അമ്മയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നൽകുന്ന സൂചനകൾ എന്താണ്? അതിപ്പോ 4 മാർക്കിന്റെ ചോദ്യമാകുമ്പോൾ ഇൻട്രൊഡക്ഷൻ എഴുതിയതിനു ശേഷം ഉത്തരം എഴുതുമ്പോൾ ആൻസറായി. അമ്മയ്ക്ക് ആ കഥാകഥയിലെ അമ്മ ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരമ്മയാണ്. അപ്പൊ അമ്മയുടെ ഓർമ്മകൾ നഷ്ടപ്പെടുന്നതിനെയാണ് ഇവിടെ ഓർമ്മകൾ എവിടെയോ നടന്നു മറയുന്നു എന്ന് പറയുന്നു. കുതിര ചെവിടോർക്കും പോലെ ദയ കാൽമുട്ട് കൊണ്ട് നിയന്ത്രിച്ച് കുതിരയെ നടത്തുന്നു.
ഒരിക്കൽ കൂടി വിരളി കാണിക്കുന്ന കുതിര. അപ്പൊ ഇത് മഞ്ജു വാര്യരുടെ മനോഹരമായ അഭിനയം കൊണ്ട് ശ്രദ്ധേയമായതാണ് ദയ എന്ന സിനിമ. ആ സിനിമയുടെ തിരക്കഥയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ദൃശ്യങ്ങളുടെ സൂക്ഷ്മ വിവരണം തിരക്കഥയുടെ ജീവനാണ്. ശരിയല്ലേ? അതായത് സൂക്ഷ്മമായി എഴുതിയിരിക്കുകയാണ്. കുതിര എന്ത് ചെയ്യണം, നായിക എന്ത് ചെയ്യണം, അത് കുതിരയുടെ ആ ഒരു ചെവിടോർക്കുന്നത് പോലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് സൂക്ഷ്മമായി ഓരോ കഥാപാത്രങ്ങൾ, അതിപ്പോ മനുഷ്യരാകട്ടെ മൃഗങ്ങളാകട്ടെ, അവരുടെ ചലനങ്ങൾ വരെ എഴുതി സൂക്ഷിക്കുന്ന തിരക്കഥ വളരെ മനോഹരമായ ഒരു സിനിമ സമ്മാനിക്കും. പരിപ്പും പച്ചടിച്ചാറും കരിമ്പിൻ നീരും നല്ല പാലും തരുമ്പോ സംശയമെന്നീ വിളമ്പുന്നു വേണ്ടുവോളം. ഇത് അല്പമല്ല ഭുജിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യന്റെ ഭക്ഷണത്തോടുള്ള ആർത്തിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ശരിയല്ലേ? എന്തൊക്കെ കിട്ടിയാലും, പരിപ്പ് കിട്ടി, ഇപ്പൊ നമ്മൾ കല്യാണ സദ്യക്ക് പോകുമ്പോൾ പച്ചടി കിട്ടി, എന്ത് കിട്ടിയാലും വീണ്ടും വീണ്ടും വേണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ ആർത്തിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പുതുമ നശിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കാനും എന്നത് തന്നെയാണ് പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥയുടെ ഒരു ഗുണം. അപ്പോൾ ആരോഗ്യകരമായ ഭക്ഷ്യ സംസ്കാരം നിലനിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിൽ ഒരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാം. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ആരോഗ്യം, ഭക്ഷണമാണ് നമ്മുടെ ഔഷധം എന്നുള്ളതായിരുന്നു പഴയ ആയുർവേദ ആചാര്യന്മാരൊക്കെ പറഞ്ഞിരുന്നത്. അത്താഴം ഉണ്ടാൽ അരക്കാതെ നടക്കണം എന്ന് പറയും. വൈകുന്നേരത്തെ ആഹാരം കഴിച്ചാൽ അരക്കാതെ നടക്കണം, 1/2 കിലോമീറ്റർ നടക്കണം. പിന്നെ ഭക്ഷണം വളരെ ലൈറ്റായിട്ട് കഴിക്കുക, ചൂടുകാലത്തും തണുപ്പ് കാലത്തും ഒക്കെ. ഇപ്പോഴങ്ങനെയല്ല. രാത്രി 12 മണിക്കും പൊറോട്ട ഇറച്ചിയും കഴിച്ചിട്ട് കിടക്കാൻ നമുക്ക് മടിയില്ല. ഇതിപ്പോ നമ്മുടെ അങ്ങനെ സ്ഥിരമായി കഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യശീലത്തെ തന്നെ അല്ലെങ്കിൽ ശരീരത്തെ ബാധിക്കും. അത് മാത്രമല്ല, ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, എന്നും ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതെല്ലാം നമ്മുടെ ടിന്നിലടച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതെല്ലാം ആരോഗ്യത്തെ നശിപ്പിക്കുന്നതാണ്. അപ്പൊ ആരോഗ്യകരമായ ഒരു ഭക്ഷ്യ സംസ്കാരം നമുക്ക് വേണം. 13ാമത്തെ ചോദ്യം, യാത്രകൾ എന്നത് പുതിയ സ്ഥലങ്ങൾ കാണൽ മാത്രമല്ല, പുതിയ സംസ്കാരങ്ങളും ജീവിത രീതികളും അനുഭവിക്കുന്നതാണ്. അപ്പൊ ശാന്തിനികേതൻ എന്നുള്ള സ്ഥലത്തേക്കുള്ള ആ പൊറ്റക്കാട്ടിന്റെ യാത്ര അത്ര മനോഹരമായ രീതിയിൽ, അതായത് പുതിയ സംസ്കാരത്തെ കൂടെ നമുക്ക് പറഞ്ഞപ്പോൾ എസ് കെ പൊറ്റക്കാട്ടിന്റെ യാത്രാ വിവരണങ്ങളോളം ആധികാരികത പുലർത്തുന്ന മറ്റൊരു യാത്രാ വിവരണ ഗ്രന്ഥം ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ അത് ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് എഴുതുക. ഉള്ളത് കൊടുത്താൽ അത് കഴിച്ച് ശകലം കൂടി എന്ന് പറഞ്ഞിരിക്കും, പിന്നെ ഇരിക്കും. എഴുന്നേൽക്കില്ല, പോവാൻ പറഞ്ഞ പോയില്ല, വയറ് നിറയണം, അതാണ് കണക്ക്. അർബാബ്, ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഞങ്ങൾക്ക് ഇത്തിരി ആഹാരം വാങ്ങിച്ചു തരൂ, ഞങ്ങൾക്ക് ഇത്തിരി വെള്ളം മേടിച്ചു തരുമെന്ന് അലറി വിളിക്കണമെന്നുണ്ടായിരുന്നു മണൽക്കൂനകൾക്കിടയിലൂടെ. ഇത് രണ്ടും ഭക്ഷണം ആവശ്യത്തിനാണ്, ആർത്തിക്കുള്ളതല്ല. അപ്പൊ ഇവര് യാത്ര പോകുമ്പോൾ അർബാബ് അവർക്ക് ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല. അപ്പോഴാണ് ഒരല്പം വെള്ളം വാങ്ങി തരുമെന്ന് ഇവർ അലറി വിളിക്കുന്നത്. എന്നാൽ മറ്റത് കിട്ടുമാവനാണ്, ആഹാരം വീണ്ടും വീണ്ടും വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർത്തി പിടിച്ച മനുഷ്യൻ. ഇത് രണ്ടിനെയും കൂടെ താരതമ്യപ്പെടുത്തുക, 2 പാരഗ്രാഫായിട്ട് എഴുതുക. 15 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾ ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 6 മാർക്കാണ്. രണ്ടാളിന്റെ ജോലി ചെയ്യും, ചെയ്യുന്ന ജോലിക്ക് വൃത്തിയുണ്ട്, പക്ഷെ കിട്ടുമാവന് ജോലിക്ക് നിർത്താൻ പെണ്ണുങ്ങൾ തയ്യാറല്ല. കാരണം ഇയാൾക്ക് വീട്ടിലുണ്ടാക്കുന്ന ആഹാരം മുഴുവൻ ആർക്ക് കൊടുക്കേണ്ടി വരും? കിട്ടുമാവന് കൊടുക്കേണ്ടി വരും. കിട്ടുമാവന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് ഈ വാക്കിലുള്ളത്? കഥയിലെ മറ്റു സന്ദർഭങ്ങളും കൂടെ വിശകലനം ചെയ്യുക. അപ്പൊ കിട്ടുമാവൻ, അദ്ദേഹത്തിന്റെ സ്വഭാവ നിരൂപണം, അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ, ഇതെല്ലാം ആകുമ്പോൾ ചോദ്യത്തിന്റെ ഉത്തരവും. പ്രദേശങ്ങളിൽ ഓരോ സീസണിൽ ഉണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പോഷക ഗുണമേന്മയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് പോഷകാഹാര വിദഗ്ധർ തെളിയിച്ചിട്ടുണ്ട്. സൂചനയും വർത്തമാനകാല രീതിയും ഭക്ഷണ രീതിയും വിശകലനം ചെയ്ത് പ്രാദേശിക ഭക്ഷ്യ വിഭവങ്ങളും ആരോഗ്യ സംരക്ഷണവും. അപ്പൊ അതിൽ പ്രഭാഷണമാണ്, പ്രസംഗം തയ്യാറാക്കുക. ഈ വിഷയത്തിൽ മാന്യസംസ്കൃതി നമസ്കാരം, ഈ താഴെ കൊടുത്തിരിക്കുന്ന വിഷയം പറഞ്ഞിട്ട് എനിക്കിന്നിവിടെ പ്രസംഗിക്കാനായി ലഭിച്ചിരിക്കുന്ന വിഷയം എന്നതാണെന്ന് പറയുന്നത് ഫസ്റ്റ് പാരഗ്രാഫിൽ. സെക്കൻഡ് പാരഗ്രാഫിൽ പ്രാദേശികമായ ഭക്ഷ്യ വസ്തുക്കളുണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ വീടിനടുത്തുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ചന്തയിൽ കിട്ടുന്ന ഭക്ഷ്യ വസ്തുക്കൾ, പച്ചക്കറികൾ, ഇതെല്ലാം ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഒരു ഷോപ്പിംഗ് മാളിൽ ഇരിക്കുന്ന കെമിക്കൽ തേച്ച, ദിവസങ്ങൾക്ക് മുമ്പ് പറിച്ച് കെമിക്കൽ ചേർത്ത് പഴുപ്പിച്ചു കൊണ്ടുവരുന്ന സാധനം നമ്മുടെ ശരീരത്തിന് അത് വളരെ ദോഷകരമായി ബാധിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ നമ്മൾ പറയേണ്ടത്. അപ്പൊ ഇത് ഒരു ചോദ്യപേപ്പറിന്റെ മോഡലാണ്. അപ്പൊ നിങ്ങൾ ഇത് ഒന്ന് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക. ഇനി 1-2 പാഠങ്ങളെ കുറിച്ചുള്ള ഒരു വിശകലനം കൂടെ ചേർത്ത് അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ശീല ടീച്ചർ.